ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മീനാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് പൊടിഞ്ഞു പോണ ഒരു മീനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇതിനെ ഫ്രൈ ചെയ്യാനാണ് എടുക്കാറ്. അപ്പോൾ ദേ ഇന്ന് നമുക്കിതൊന്ന് കറി വെച്ച് നോക്കാം. അപ്പോൾ കുറച്ച് സവാള ഉപ്പും ചേർത്ത് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് പച്ചമുളക്, വേപ്പില, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കുടപ്പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുടപ്പുളി നമ്മൾ ഉപ്പും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വെന്തുടയണ മീനാണെന്ന് പറഞ്ഞല്ലോ, പെട്ടെന്ന് തന്നെ വേവും. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ മീൻ വേവാനായിട്ടുള്ള അത്രയും വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി തിളക്കാൻ വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ ഓരോ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ അത്രയും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു മീനാണ്. അപ്പോൾ ശീലാവെന്നാണ് ഈ മീനിൻ്റെ പേര്. സാധാരണ ഫ്രൈ ചെയ്യാറാണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ ഇന്നതേ കറി വെച്ചിട്ടുണ്ട് കേട്ടോ.